നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ആ ഘട്ടത്തിൽ പുനലൂർ സീറ്റ് UDF മത്സരിക്കുന്നത് അത് കോൺഗ്രസിന് തന്നെ സ്ഥാനാർത്ഥിയെ വേണം എന്ന ആവശ്യവുമായി നേതാക്കൾ എത്തുകയാണ്. പുനലൂരിൽ നിന്ന് തന്നെയാണ് നമ്മോടിപ്പോൾ പ്രതികരിക്കുന്നത്. DCC സെക്രട്ടറിയും 2 തവണ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ശശിധരൻ ആണ്. ഇടതുപക്ഷത്തിന് ശക്തമായ മുൻതൂക്കമുള്ള ഒരു നിയമമണ്ഡലമാണ്. 80 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ 45 വർഷക്കാലത്തെ പുനലൂരിൻ്റെ ചരിത്രത്തിനിടയിൽ ഏതാണ്ട് 10 വർഷക്കാലം മാത്രമാണ് UDFൻ്റെ ജനപ്രതിനിധികൾ ഇവിടെ പുനലൂർ നിയമത്തിൽ പ്രതികരിച്ചത്. ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ 45 വർഷക്കാലമായി CPIയുടെ MLA മാർ ഈ പുനലൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ UDFൻ്റെ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സംഘടന അടിത്തറയുള്ള നിയമമണ്ഡലം എന്നുള്ള നിലയിൽ ഈ സീറ്റ് കോൺഗ്രസിന് മത്സരിക്കാൻ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇത് കോൺഗ്രസിന് ഈ സീറ്റ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരികെ തരാം എന്നുള്ള ഒരു വാഗ്ദാനം പാർട്ടി നേതൃത്വം നൽകി. മുന്നണി സമവാക്യങ്ങൾ പാലിച്ചേ മതിയാകൂ, മുന്നണി മര്യാദയുടെ ഭാഗമാണ്. അപ്പോഴും കോൺഗ്രസിന് അടിത്തറയുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനു മുമ്പ് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സാഹചര്യമാണോ പുനലൂരുള്ളത്? പുനലൂർ നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമില്ല. പുനലൂരിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ സീറ്റ് നൽകണമെന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് കേരളത്തിലെ പുനലൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.